വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. സ്വാമി ശരണമയ്യപ്പ. ഭഗവാന്റെ ക്ഷേത്രസന്നിധിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കുന്ന ഈ അവസ്ഥയിൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ക്ഷേത്രത്തിലെ ചില കാര്യങ്ങളുണ്ട്. കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളാണ്. നമ്മുടെ വേദപ്രയാഗ് മീഡിയ അത് ഭക്തജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരുന്നു. നമ്മളതിനെ 1-2 എപ്പിസോഡുകൾ ചെയ്തതാണ്. ഒന്ന് ഭസ്മക്കുളത്തിൻ്റെ കാര്യമായിരുന്നു അതിലൊന്ന്. കാരണം ഭസ്മക്കുളം ഇപ്പോൾ 3ാമത്തെ സ്ഥലത്താണ് ഭസ്മക്കുളം നിൽക്കുന്നത്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സാധാരണ നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം പല അവധൂതന്മാരുടെയും പല സിദ്ധന്മാരുടെയും സമാധിസ്ഥലമായിട്ടാണുള്ളത്. നമുക്കറിയാം, ഭോഗരുടെ സമാധിസ്ഥലമാണ് പഴനിയെന്നും അഗസ്ത്യരുടെ സമാധിസ്ഥലം എന്ന് പറയുന്നതും, അങ്ങനെ ഓരോരോ ഋഷീശ്വരന്മാരുടെയും സിദ്ധന്മാരുടെയും ഒക്കെ സമാധിസ്ഥലങ്ങളാണ് പല ക്ഷേത്രങ്ങളും, വൈക്കമടക്കമൊക്കെ ഉള്ള പല ക്ഷേത്രങ്ങൾ. എന്നാൽ ശബരിമലയുടെ പ്രത്യേകത, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമാധിസ്ഥാനം ശ്രീ അയ്യപ്പൻ്റെ സമാധി സ്ഥലമാണ് ശബരിമല മണിമണ്ഡപം, നമുക്കറിയാം. എന്നാൽ ശബരിമലയിൽ അനേക സിദ്ധരുടെ, അനേക ഋഷിമാരുടെ, അനേകരായിട്ടുള്ള മുനിമാരുടെ, അനേകരായിട്ടുള്ള താപസികളുടെ സമാധിസ്ഥലം ശബരിമലയിൽ ഉണ്ട് എന്നുള്ളത് ഒരു നഗ്നസത്യമാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ അവിടെ ആദ്യം ശബരിമലയിൽ ഇല്ലാതിരുന്ന നമ്മളുടെ നവഗ്രഹ പ്രതിഷ്ഠ അവിടെ വന്നതിന് ശേഷമാണ് ശബരിമലയിലെ പ്രശ്നങ്ങളേറെയും. അതിൽ പല വിദഗ്ധരും പറയുന്ന അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വിഗ്രഹങ്ങളിരിക്കുന്നത്, നവഗ്രഹ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സമാധി സ്ഥലത്തിന് മുകളിലാണ് എന്നുള്ളതാണ്. ഏകദേശം അത് ശരിയുമാണ്. കാരണം എന്തെന്നാൽ അതിന് ശേഷമാണ് പ്രശ്നങ്ങളെല്ലാം. ഒറ്റ വഴിയേ ഇതിനെല്ലാം പരിഹാരമുള്ളൂ. സ്വാമിയേ ശരണമയ്യപ്പ. അവൻ തന്നെ എല്ലാത്തിനും പരിഹാരം കാണട്ടെ. ഭഗവാനെ രക്ഷതു.